അമേരിക്കയുടെ ഇസ്രയേലിലുള്ള അംബാസഡർ നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ ലോകത്ത് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അമേരിക്കയെ അറിയിച്ചിരിക്കുകയാണ്. ജൂതന്മാർക്ക് ദൈവം ഏതൊക്കെയോ ഭൂമികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടത്രേ. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ പിന്നിലുള്ള പ്രധാന കാരണം. അതാണ് ഇപ്പോൾ മൈക്കിൾ ഹക്കാബി എന്നറിയപ്പെടുന്ന US അംബാസഡർ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോട് ടക്കർ കാൾസൺ ഒരു ചോദ്യം ഉന്നയിച്ചു. അതായത്, വിശുദ്ധ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ, നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെ ദൈവം ജൂതന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നത്, ഇതിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യമായിരുന്നു യഥാർത്ഥത്തിൽ ടക്കർ കാൾസൺ ഹക്കാബിയോട് ചോദിച്ചത്. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, ഇറ്റ് വുഡ് ബി ഫൈൻ ഇഫ് ദേ ടുക്ക് ഇറ്റ് ആൾ. ഇസ്രയേൽ അങ്ങനെ മിഡിൽ ഈസ്റ്റ് മൊത്തമായി പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. ഇത് കേവലം ഒരു സാധാരണക്കാരനല്ല, അമേരിക്കയുടെ അംബാസിഡറാണ്. എന്നാൽ ഇതൊരു പുതിയ കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഇസ്രയേൽ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ഇസ്രയേൽ. നമുക്കറിയാം, ഈ ചെറിയൊരു ഭാഗമാണ് ഇസ്രയേൽ. ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇസ്രയേൽ. എന്നാൽ ഇവിടെ തൊട്ടടുത്തുള്ള ലെബനാൻ, അതുപോലെ സിറിയയുടെ ഏകദേശം പ്രധാനപ്പെട്ട ഭാഗവും, അതുപോലെ ഇറാഖിന്റെ വലിയൊരു ഭാഗം, അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ വലിയൊരു ഭാഗം, അതുപോലെ ജോർദാൻ പൂർണ്ണമായി, അതുപോലെ ഈജിപ്തിന്റെ വലിയൊരു ഭാഗം, ഇതെല്ലാം നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെ എന്ന് പറയുന്ന ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സിറിയയിൽ പ്രശ്നമുണ്ടാകുന്നത്, ജോർദാനിൽ സിറിയയിൽ പ്രശ്നമുണ്ടാകുന്നത്, അതുപോലെ തന്നെ ലെബനാനിൽ പ്രശ്നമുണ്ടാകുന്നത്, ഇറാഖിൽ പ്രശ്നമുണ്ടാകുന്നത്, ഈജിപ്തിൽ പ്രശ്നമുണ്ടാകുന്നത്, അതുപോലെ ഏതൊക്കെ രാഷ്ട്രങ്ങളിലും മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിലുള്ള കാരണം ഇവിടെ എല്ലാമുള്ള ഭരണങ്ങൾ അസ്ഥിരപ്പെടുത്തുക എന്നതാണ്. അതിലൂടെ മാത്രമേ ഈ ഒരു ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ അംബാസഡർ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അറബ് ആൻഡ് ഇസ്ലാമിക് ഗവൺമെന്റ്സ് ഇഷ്യൂ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ഈ ഹക്കാബിയുടെ പ്രസ്താവനയ്ക്കെതിരെ അറബ് രാഷ്ട്രങ്ങൾ സംയുക്തമായി ഒരു വലിയ ഒരു പ്രതിഷേധം ഇപ്പോൾ അമേരിക്കയെ അറിയിച്ചിരിക്കുകയാണ്. ഈ നയം തന്നെയാണോ അമേരിക്കക്കുള്ളത് എന്നാണ് സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോൾ അമേരിക്കയോട് ചോദിച്ചിരിക്കുന്നത്. ഈ നിലപാട്, കാരണം ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല. ഞാൻ പറഞ്ഞു, അമേരിക്കയുടെ ഒരു ഇസ്രയേലിലുള്ള അംബാസഡറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്, സ്റ്റേറ്റ്മെന്റുകൾക്ക് ആ അമേരിക്കയുടെ ഭരണകൂടത്തിന്റെ ഒരു ശബ്ദം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയോട് ഈ നിലപാട് തന്നെയാണോ ഇപ്പോൾ അമേരിക്കക്കുള്ളത് എന്ന് വ്യക്തമാക്കണമെന്ന് അറബ് രാഷ്ട്രങ്ങൾ പറയാനുള്ള കാരണം. എന്തായിരുന്നാലും ഈ ഒരു നീക്കമാണ് മിഡിൽ ഈസ്റ്റിൽ എന്നല്ല ലോകത്തെ ഒക്കെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ അതുപോലെ തന്നെ ഇസ്രയേലിനെ പിന്തുണക്കുന്ന ജൂത ലോബി, അമേരിക്കൻ ഭരണകൂടത്തിലുള്ള ജൂത ലോബി, ഇതെല്ലാം ഈ ഒരു ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇത് തന്നെയാണ് ട്രംപും മുമ്പ് പ്രസ്താവന നടത്തിയത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ രാഷ്ട്രമാണ്, ഒന്നുകൂടെ വലുതായാൽ നല്ലതാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്രായേലാണ് ഈ കാണുന്ന ഭാഗം. ഇത് വളരെ ചെറുതായിട്ടാണ് ട്രംപിന് തോന്നിയിട്ടുള്ളത്. ഒന്നുകൂടെ അത് വികസിച്ചാൽ നല്ലതാണ് എന്ന അഭിപ്രായം ട്രംപും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതിനു വേണ്ടി ലോകത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് നാം കാണുന്ന എല്ലാ തീവ്രവാദത്തിന്റെയും പിന്നിലുള്ളത്. നമുക്കറിയാം, സിറിയയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ, IS അടക്കമുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായി, അതുപോലെ ഇറാഖിലുണ്ടായി. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഈ വിഭാഗങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത് അമേരിക്ക, CIA-യും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ മൊസാദുമാണ്. ആ കാര്യം വ്യക്തമായി ഡൊണാൾഡ് ട്രംപ് തന്നെ ഭരണത്തിലേൽക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒബാമയും ഹിലാരി ക്ലിന്റണുമാണ് IS-നെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. അതിന്റെ കാരണം ഇതാണ്, ഗ്രേറ്റ് ഇസ്രായേൽ എന്ന പദ്ധതി ഇവിടെ സ്ഥാപിച്ചെടുക്കുക എന്നതാണ്. ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത്. ഇപ്പോൾ ഇറാനെതിരെയുള്ള നീക്കം അതിന്റെ ഭാഗമാണ്. കാരണം നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്നത് ഇവിടെ വലിയൊരു ശക്തിയായി വളരുമ്പോൾ തീർച്ചയായും ഈ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ഇറാനും അതുപോലെ തന്നെ ചൈന, റഷ്യയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള കാരണം. ഇതുവരെ ഇറാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ശത്രുവാണ് എന്ന് വിശ്വസിച്ചിരുന്ന അറബ് രാഷ്ട്രങ്ങൾ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയാണ്. യഥാർത്ഥ ശത്രു നമ്മുടെ കൂട്ടിനകത്ത് തന്നെയാണുള്ളത്, കൂടിനുള്ളിൽ തന്നെയാണ്, വീട്ടിനകത്ത് തന്നെയാണുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചൈന, റഷ്യ, ഇറാൻ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയെ
ഇനി സുരക്ഷിതമായ ഒരു നീക്കത്തിന് വഴിയുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അറബ് രാഷ്ട്രങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇറാനെതിരെയുള്ള ഏത് ആക്രമണങ്ങളെയും അറബ് രാഷ്ട്രങ്ങളെല്ലാം പിന്തുണച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ്. എന്നാലും എന്ത് വില കൊടുത്തും ഇറാനെ തകർത്ത് കളയണം. കാരണം ഈ ഇറാൻ ആണവ ശക്തിയായി ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സ്വപ്നമാകുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കുകയില്ല. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല, മിസൈലുകൾക്ക് പരിധി നിശ്ചയിക്കണം, ഇതൊക്കെ പറയാനുള്ള കാരണം ഇറാൻ എന്ന് പറയുന്നത് ശക്തിയായി നിലനിൽക്കുമ്പോൾ ഈ വ്യാപനം സാധ്യമല്ല. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. എന്നാൽ ഈ വിശുദ്ധ റമദാനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സുവർണാവസരമാണ് ത്വയ്ബ അക്കാദമി നൽകുന്നത്. തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മനോഹരമായി നല്ല ഖാരികളുടെ ഖിറാത്ത് കേട്ടുകൊണ്ട് അതേ രൂപത്തിൽ ഓത്ത് പഠിപ്പിക്കുന്ന 20 ദിവസത്തേക്കുള്ള ഒരു പ്രത്യേക കോഴ്സാണ് ഇപ്പോൾ അക്കാദമി നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. ഈ കോഴ്സിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഈ ഗ്രൂപ്പുകളിലായിരിക്കും ക്ലാസിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുക. ഇതിൽ പ്രായ വ്യത്യാസങ്ങളില്ലാതെ കുട്ടികൾക്കും അതുപോലെ പ്രായമായവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ ഗ്രൂപ്പുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്.